വേണ്ടെങ്കി വേണ്ട. വിജയ, ഇങ്ങോട്ട് വാ. അങ്ങേരോട് സംസാരിക്കാൻ നിൽക്കണ്ട. ചെല്ലടാ, വളർത്തുപറ്റിയല്ലേ, വിളിക്കണോടത്ത് ചെല്ല്. ഏട്ടനോട് വീണ്ടും ഞാൻ പറയാണ്, മര്യാദക്ക് സംസാരിക്കണം. നീ എന്താ മര്യാദ പഠിപ്പിക്ക? എന്താ എന്താടാ എന്താടാ ഞാൻ ഈ കാണുന്നേ? എന്റെ കുടുംബം നശിച്ചല്ലോ ഈശ്വര. എന്താ എന്താ ഉണ്ടായേ? നീ ഇങ്ങനെയൊന്നും പറയാത്തതാണല്ലോ മോനെ. എന്തെങ്കിലും ഒന്ന് പറയേ. സുധന്തി, അവള് താഴെയുണ്ട്. അവളെ ഇതൊന്നും അറിയിക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളതെല്ലാം വിറ്റായാലും ഞാൻ ഈ കല്യാണം നടത്തും. വിജയം പണം തരില്ലേ? തരും. നമ്മളെല്ലാം ചേർന്ന് അവന്റെ പെണ്ണിന്റെ കാല് പിടിക്കണം. അത് വേണോ അമ്മേ? പിടിക്കാൻ എത്ര കഴുതക്കാല് വേറുണ്ട് ഇവിടെ. നിങ്ങളുടെ നീ ഒരു കാര്യത്തിലും വരരുതെന്ന് കരുതിയതാ. എന്നാലും നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട നിലയ്ക്ക് വന്നു. നീ ഞാനെന്താ ചെയ്യണ്ടേ? എന്തായാലും നമ്മുടെ കുടുംബത്തെ മൂത്ത കാരണം ഒരു വല്യമാമ തന്നെയാണ്. വല്യമാമ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 8 കൊല്ലായി. എനിക്ക് എന്താ തന്നെന്നറിയാലോ? 15 പവൻ. ഇപ്പൊ സുധയ്ക്ക് കൊടുക്കാൻ പോണത് 50 പവനാ. കൊടുത്തോട്ടെ, ഒരു പരാതിയില്ല. എന്ന് വെച്ച് ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ട തറവാട് മാത്രം വിൽക്കാൻ പറ്റില്ല. വിറ്റും ആരാ പറഞ്ഞു നിന്നോട്? വിറ്റും പെറുക്കി ഈ കല്യാണം നടത്തുമെന്നും പറഞ്ഞ് ആധാരക്കെട്ടും കൊണ്ട് മെനഞ്ഞാൻ ഇറങ്ങിപ്പോയതാ. ഞങ്ങളോട് ആരോട് ആലോചിച്ചിട്ടില്ല. ഇവനൊരാണല്ലേ, ഇവനോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ല. അത് ചെയ്യാൻ പാടില്ല. കുടുംബത്തിൽ സ്വന്തം ഇഷ്ടം മാത്രം നോക്കാന്ന് പറഞ്ഞാ അത് തെറ്റന്നെയാ. ഞങ്ങൾ എന്തിനു വേണമെങ്കിലും തയ്യാറാ. പക്ഷെ എന്നോടൊരു വാക്ക് ആലോചിക്കണ്ടേ വലിയമാമ? വിൽക്കാനാണെങ്കിലും പണയം വെക്കാനാണെങ്കിലും ഞങ്ങളുടെ ഒക്കെ സമ്മതവും കയ്യൊപ്പും വേണം. അതാലോചിച്ചിട്ടില്ല. ആലോചിക്കേണ്ടൊന്നുമല്ല, അതിനൊക്കെ പല വഴികളും ഉണ്ട്. ഒന്നും അറിയാതെയല്ല. എന്നെ തോൽപ്പിക്കണം, അത്രയേ ഉള്ളൂ ഏട്ടന്. തലമുറ എണ്ണ തേക്കില്ലടാ മോനെ. ഞാനേ തെറ്റോ ശരിയോ ഏതായാലും ഒരു അഭിപ്രായ വ്യത്യാസമായ നിലയ്ക്ക് ഭാഗം നടത്തന്നെയാ നല്ലത്. പിന്നെ പരാതിയില്ലല്ലോ. അതാ ഞാനും പറയണത്. എനിക്കിപ്പോ മണ്ണും ഭൂമിയൊന്നും അല്ല പ്രശ്നം. എന്റെ അനിയത്തിയാ, കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം അത്. ആ, വല്യമ്മാമ എപ്പോഴാ വന്നേ? കുറച്ചേരായി. എല്ലാരും ഉണ്ടല്ലോ. എന്താ പുതിയൊരു സഭ കൂടല്? ഇവർക്കൊക്കെ ചില പരാതികളുണ്ട്. ഓഹോ, അപ്പൊ കോടതിയാണ്. ആകപ്പിരിവായിരിക്കും അല്ലേ? ലേമേ, നീ ഇങ്ങോട്ട് വരിക, ഒരു കാര്യം സംസാരിച്ച് തീരുമാനിക്കാനുണ്ട്. എനിക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് കഴിയട്ടെ ആദ്യം, എന്നിട്ട് വരാം. ഡേൽട്ടേക്ക് പോയിക്കോളൂ. അച്ഛനും അമ്മയൊക്കെ ചത്തിട്ട് 5-6 കൊല്ലായില്ലേടി, പിന്നെന്തിനാ കരയണേ? സുധേന്തി, ഇവളുടെ മുഖം വല്ലാണ്ടിരിക്കണേ? അവള് കരച്ചില് തന്നെയാ. കുടുംബത്ത് കലഹം ഉണ്ടാക്കിയിട്ട് ഈ കല്യാണം നടത്തണ്ടെന്നാ പറയണേ. ഒറ്റ വീക്കിയാൻ വെക്കും. കുടുംബത്തെ കാര്യമൊന്നും നീ നോക്കണ്ട. നീ നിന്റെ കുടുംബം ഉണ്ടാവുമ്പോ നോക്കിയാ മതി. വല്യേട്ടനെ എല്ലാരും ഒറ്റപ്പെടുത്തും. വല്യേട്ടനെ എല്ലാവർക്കും ഒറ്റപ്പെടുത്താം, പക്ഷെ വല്യേട്ടൻ ഒറ്റപ്പെടാൻ വയ്യല്ലോ. അതല്ലേ വല്യേട്ടന്റെ കുരുക്ക്. എല്ലാം ഉണ്ട്, പക്ഷെ 50 പവനില്ല. എന്ന് വെച്ച് കല്യാണം നടക്കാണ്ടിരിക്കാൻ പോണില്ല. നിനക്ക് അത്യാവശ്യമുള്ള പൊന്നുണ്ട്. ബാക്കി പൊന്നിന്റെ സമാധാനം ഏട്ടൻ ചെയ്തു. ഇതാ പോരെ? ആ, ഇനി പ്രതികൂട്ടി കയറാം. വിസ്തരിക്കാം. വക്കീലിനോ ജഡ്ജിക്കോ ആർക്ക് വേണം വിസ്തരിക്കാം. ഏട്ടൻ എന്താ പരിഹസിക്കാണോ? ഞങ്ങളോട് ആലോചിക്കാതെ ഏട്ടൻ ചെയ്യണമൊന്നും ശരിയല്ല. ഞാൻ എന്ത് ചെയ്തു? എല്ലാവരോടും ആലോചിച്ച് തന്നെ അവളുടെ കല്യാണം തീരുമാനിച്ചത്. ഒടുവിൽ നീ എന്ത് ചെയ്തു? എന്നെ വഞ്ചിച്ചു. ഇനിയും ഞാൻ ചെയ്യുന്നോ നിന്നോട് ആലോചിക്കണോ? ആഹാരം ബാധ്യതപ്പെടുത്തി പണം വാങ്ങിയില്ലേ, അതെന്നോട് ആലോചിച്ചോ? എല്ലാവരോടും കൂടെ വഞ്ചനയാണ്. നിങ്ങളൊന്ന് പറയണ്ട, ഞാൻ പറയാം. എല്ലാവർക്കും ഭാഗം പിരിയണമെന്നുണ്ട്, അത് നടത്തി കൊടുക്കണം. ഇനി ആഹാരം ബാധ്യതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നീ ഏൽക്കുകയും വേണം. അമ്മ എന്ത് പറഞ്ഞു? ആകം നടക്കട്ടെ. എല്ലാരും തല്ലിപ്പിരിയണേലും നല്ലത് അതന്നെയാ. നടക്കട്ടെ. വല്യമ്മാവ തന്നെ ഒന്ന് നടത്തി കൊടുക്കുക. എനിക്കിത് കാണാൻ വയ്യ. നടക്കട്ടെ. പിന്നെ നിങ്ങൾ ആരെയും ഞാൻ ബാധ്യതപ്പെടുത്തിയിട്ടില്ല. ഈ സ്വത്തിൽ എനിക്കും എന്റെ മക്കൾക്കുള്ള അവകാശം സുധയെ കെട്ടാൻ പോകുന്ന രാധാകൃഷ്ണൻ എഴുതി കൊടുത്തു. അല്ലാതെ നിങ്ങളാരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല. അത് പറയുമ്പോ ഇവർ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും. 10-20 കൊല്ലായിട്ട് ഈ സ്വത്ത് മുഴുവൻ നീ തന്നെയല്ലേ നോക്കി നടത്തണേ? അതിന് ആദായം നീ തന്നെയല്ലേ പറ്റണേ? ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ. ആ കണക്ക് എങ്ങനെ വക കൊള്ളിക്കും? ഇവൻ സ്വന്തം കാര്യം നോക്കാനല്ലല്ലോ, കുടുംബം നോക്കിയില്ലേ? എല്ലാരും വളർത്തി ഒരു നിലയിൽ എത്തിച്ചില്ലേ? അതൊക്കെ പറയുമ്പോ പറയാന്നല്ലാതെ കൃത്യമായിട്ടൊരു കണക്കുമില്ലല്ലോ. ഇല്ലമ്മേ, ഇല്ല. എന്റെ ഒരു കണക്കില്ല. എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട്. എന്റെ അല്ല, ഈശ്വരന്റെ കയ്യിൽ. ആ കണക്കറിയാൻ നിങ്ങളുടെ പഠിപ്പ് പോരാ പോരാ.
സാരല്ലമ്മേ, വിധിയാണ്, അത് അനുഭവിക്കണം. മാലതി, പുറപ്പെടാൻ ഒരുങ്ങിക്കോളൂ. എങ്ങോട്ടാന്നറിയില്ല, പോണം. ഇനി എന്റെ ആവശ്യമില്ലല്ലോ ഇവിടെ, ഞാൻ ആരുമല്ലോ ഇവിടെ. അമ്മയ്ക്ക് വരാം, പക്ഷേ ഇപ്പോഴല്ല, ഒരിക്കൽ. അപ്പൊ അമ്മയുടെ വേണം, അല്ലെങ്കിൽ ശോഭ ഒറ്റയ്ക്കാവില്ലേ? അമ്മ സമാധാനിക്കും, ഒക്കെ ശരിയാവും. വേഗം വേണം, ഇനി ഒട്ടും വായിക്കണ്ട. നിങ്ങൾക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല. ഒന്നുമില്ലേണ്ട അലറിയത് എന്താണെന്ന് പറഞ്ഞൂടെ? അമ്മയാണെങ്കിൽ ആരോടും സംസാരിക്കില്ല, വിജയനും അതെ. എന്തെങ്കിലും ചോദിച്ചാൽ കൂടി ഉത്തരവില്ല. കോടതിയിലും എങ്ങനെയാ? എനിക്ക് സ്വസ്ഥതയില്ല, എന്റെ ഉള്ളിൽ നീറാണ്, ഉറക്കം പോലും കിട്ടണില്ല. തെറ്റാണ് ചെയ്തത് മുഴുവൻ. വെറും തെറ്റല്ല, ക്രിമിനൽ മിസ്റ്റേക്ക്. എന്റെ മകളോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. തെറ്റ് നിന്റെ മാത്രമാണ്. ഒരു പെൺകുട്ടിയെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത നീ എങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ കേസ് നടത്തും? നിനക്ക് വലിയൊരു ഭാവി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ എനിക്കിപ്പോ സംശയം. ഒരു കുടുംബത്തിലെ നീതിയും ന്യായവും നടത്താൻ കഴിയാത്ത നീ എങ്ങനെ കോടതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി നീതി നടത്തും? വിജയൻ, തന്നെ എന്റെ മകൾക്ക് വാങ്ങിക്കൊടുക്കുകയായിരുന്നില്ല, അവളെ തനിക്ക് വിവാഹം കഴിച്ചു തരികയായിരുന്നു. ഫ്രണ്ടിൽ നിന്ന് മാറ്റണമെന്ന്. എന്തിനാ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒന്നും അല്ലെങ്കിൽ മച്ചിന്റെ മുകളിൽ കൊണ്ട് ഡംപി, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്ക്. ഇതെനിക്ക് വേണം. എങ്കിൽ ഈ വൃത്തിയായിട്ട ക്ലോത്ത് മാറ്റി ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്യും. വേണ്ട, ഇതിങ്ങനെ തന്നെ ഇരിക്കണം. ഓ, ഏട്ടന്റെ ഓർമ്മയ്ക്ക്. ഓർമ്മയ്ക്കല്ല, അതിനെനിക്കിതിന്റെ ആവശ്യമില്ല. ഒരു ധൈര്യത്തിന്, ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ധൈര്യത്തിന്. ഓ, സെന്റിമെന്റ്സ് പാരമ്പര്യമായിട്ടുണ്ടല്ലോ ഈ ചീപ്പ് സെന്റിമെന്റ്സ്. ഈ മുറി എന്നും അടിച്ചു തുടപ്പിക്കണം. എന്നാൽ ഒരു കാര്യം ചെയ്, എന്നും കുറച്ച് അരിയും പൂവിട്ട് പൂജിക്ക്. ചിരിക്കടി. You idiot. വിളിക്ക, നിനക്ക് അടിയുടെ കുറവാണ്.
ആവശ്യത്തിന് അനാവശ്യത്തിന് പണം, പദവി, ലാളന. എന്നെ അടിച്ചു എന്റെ അച്ഛൻ അറിഞ്ഞോ നിങ്ങൾ അന്ന് പുറത്താവും. ഇല്ല, നിന്റെ അച്ഛൻ എനിക്ക് കൈ തരും. നിന്റെ അച്ഛന് പറ്റിയ തെറ്റ് ഞാൻ തിരുത്തുന്നതിൽ എന്നെ അനുമോദിക്കും. സംശയമുണ്ടെങ്കിൽ ഈ നിമിഷം നീ അച്ഛനെ ചെന്നിട്ട് പറയേ. എടേ, നീ ഇനിയാണ് ജീവിക്കാൻ പോണത് എന്റെ രീതിക്ക്, എന്റെ വീടിന്റെ രീതിക്ക്. നീ ജീവിതം എന്തെന്ന് കാണാൻ പോന്നേ ഉള്ളൂ. വെള്ളം വെയിൽ കൊള്ളാണ്ട് അകത്തേക്ക് പോടാ. അവൻ വെയിൽ കൊള്ളണ്ടോനാ? പഠിക്കട്ടെ മരുവേ, ഇവളെ പഠിക്കട്ടെ. പാറ പോലെ ഇരിക്കണം അല്ലേ? കന്നി മണ്ണ തൂമ്പ വേണ്ടില്ല, പക്ഷെ നനച്ചുണ്ടാക്കിയാലുണ്ടല്ലോ പൊന്ന് വിളയും, പൊന്ന്. എന്നിട്ട് ഈ കറുത്ത ചരടൊക്കെ ഒന്ന് മാറാം. ദേ ഉണ്ടുണ്ണി. വിജയൻ അന്വേഷിച്ച് വീട്ടിലാ വന്നേ. എന്താ വിശേഷം? എന്നെ ശപിക്കരുത് ഏട്ടാ. എന്താ ഏട്ടൻ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റൂടാ? ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട്. ഒക്കെ മറന്ന് ഏട്ടനെ എടുത്ത് എന്റെ കൂടെ വരണം. എന്നെ ഒറ്റപ്പെടുത്തരുത്. എനിക്ക് വീട് വേണ്ട, സ്വത്ത് വേണ്ട, ഒന്നും വേണ്ട. ഏട്ടനും എടുത്തി മക്കളോടെ ഉണ്ടായിരുന്നാ മതി. വേണ്ട മോനെ, ഇനി ഒരു മടക്കല്ല. പറ്റിപ്പിടിച്ചു നിന്നു, പറിച്ചെടുത്ത പോലെയാ പോന്നേ. ഇനി വേണ്ട. ഏട്ടനത് ഉപേക്ഷിച്ചു കഴിഞ്ഞു. പോതാ പുതിയ മണ്ണ് ഉണ്ടായിരുന്ന പൊന്നും പൊടിയെ കൊടുത്ത് വാങ്ങിയതാ. അതൊക്കെ ഇനി ഉണ്ടാവും. പണ്ട് ഇതുപോലൊരു ഭൂമിയായിരുന്നു നമ്മുടെ. നിനക്ക് ഓർമ്മ ഉണ്ടാവില്ല? കുത്തിക്കളിച്ചുണ്ടാക്കി. ഇവിടെ അതുപോലെയൊക്കെ ഉണ്ടാക്കണം. ഉണ്ടാവും. ഈശ്വരൻ ആരോഗ്യ ആയുസൊക്കെ തരാണെങ്കിൽ. അമ്മയോട് ഞാൻ ഏട്ടനെയും കൊണ്ടേ ചെല്ലൂ എന്ന് പറഞ്ഞിട്ടാ പോന്നു. അമ്മയോട് പറയാ, ഞങ്ങൾക്ക് ഇവിടെ സുഖാണ്. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടായാലും ഏട്ടൻ വെളിപ്പുറത്തുണ്ടാവും. പോയിക്കോ, അമ്മ കാത്തിരുന്ന് വിഷമിക്കുണ്ടാവും. ഒരു ഗ്ലാസ് കാപ്പിയെങ്കിലും കുടിച്ചിട്ട്. വേണ്ട, പാലില്ലാത്ത കാപ്പി. കയറി ഒന്നിരിക്കാൻ പോലും സ്ഥലമില്ല. ഒക്കെ ഉണ്ടാവും. അന്ന് വരണം, ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട്. മാസത്തിലൊരിക്കലെങ്കിലും ഏട്ടൻ വീട്ടിൽ വരണം. അങ്ങനെ കണക്കൊന്നും വെക്കണ്ട. എപ്പോഴാ വേണ്ടെന്ന് വെച്ചാ ഏട്ടൻ അവിടെ ഉണ്ട്. ഇനി സന്തോഷമായിട്ട് ജീവിക്കുക. വലിയ വക്കീലാവണം. രാമൻകുട്ടി എന്നെക്കാട്ടിയും പേരും പണം ഉണ്ടാക്കണം. ഇവിടെ ഈ തമിഴന്മാരോടൊക്കെ ഏട്ടനൊന്ന് വീമ്പിളക്കാലോ. സമാധാനായിട്ട് പോ. നീ ഒന്നും ഒന്ന് പറഞ്ഞൂല്ലോ, അതിൽ സന്തോഷമുണ്ട്. എല്ലാം നല്ലതിനാടാ, എല്ലാം നല്ലതിനാ. പോയിക്കോ. എടുത്തി, ഞാൻ ഇടയ്ക്ക് വരാം. ആ, ശോഭയോടും പറയൂ. എല്ലാ വിഷമവും മാറി.
സന്തോഷായി എനിക്ക്. അവ വന്നൂലോ, എനിക്ക് അത് മതി. പാവാവൻ ഒരു സാധു.